വായിക്കും. പക്ഷേ അതില് എന്റെ ഉത്തരം അമ്മ പറയണം, അമ്മയുടെ ഉത്തരം ഞാനും പറയണം. ഇവിടെ വിഷയമൊന്നുമില്ല. വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ മേലെ എന്നൊക്കെ. പക്ഷെ അമ്മയുടെ കാര്യം അമ്മ പറയാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന വിചിത്രമായൊരു കാര്യം, ചെരുപ്പ് ഞാൻ അമ്മ എന്താ എന്റെ ചെരുപ്പ് ഇടുന്നില്ലാത്ത? അയ്യോ അത് ഭയങ്കര പൊന്നെ. ഇനി അമ്മയുടെ വിചിത്രമായ കാര്യം ഞാൻ പറയട്ടെ, അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? ഭയങ്കര ഒച്ച ഉണ്ടാക്കണേ. ഇതിപ്പോ വല്ല കള്ളന്മാരൊക്കെ കേക്കണ്ടോ? അത് ഞങ്ങളുടെ മകള് തന്നെ. നീ ഇത് എടുക്കല്ലേ കൊച്ചെ, നിനക്കിത് ചേരൂലെന്ന് പറഞ്ഞാൽ അത് തന്നെ എടുക്കും, അത് തന്നെ തയ്പ്പിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ചെയ്യണ വിചിത്രമായ സ്വഭാവം ഞാൻ അവളോട് ഒരു നുണ പറയും. ലെൻസായിട്ട് നോക്കും, എന്നിട്ടാണ് നോക്കണേ. അപ്പൊ ഇന്ന് ഞങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാ വന്നേക്കണേ അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഒന്നുമില്ല. എന്നോട് പറഞ്ഞു ഡ്രസ്സ് മാറിയിരിക്കും, നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കുക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറി വന്നു. ഇപ്പൊ 12 മണിയായി. അരമണിക്കൂറിനുള്ളിൽ തീരുവോ? 1 മണിക്കൂർ എടുക്കും ചിലപ്പോ. പക്ഷെ ചോറ് തിളപ്പിക്കാനുണ്ട് കേട്ടോ. മണി 12 ആയി. എന്നും നമ്മള് കുക്കിങ്ങും ചോറ് തിളപ്പിക്കലും കറികളൊക്കെ അല്ലേ ചെയ്യണേ. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന എല്ലാരും പറയുന്നുണ്ട്. എല്ലാരും അല്ല, കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കറികൾ കാണാനും ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ട് അഭിപ്രായപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിഫറെന്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ എത്രമാത്രം എൻ്റെ ഇഷ്ടങ്ങളെ പറ്റി പറയാൻ പറ്റും, അതുപോലെ എനിക്ക് എത്രമാത്രം അമ്മയുടെ ഇഷ്ടത്തെ പറ്റി പറയാൻ പറ്റും എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോയാ. എന്താന്ന് മനസ്സിലായോ? ഉദ്ദേശം അതായത് ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ, ഈ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ഓരോ ചോദ്യവും ഞാൻ വായിക്കും. പക്ഷേ അതില് എന്റെ ഉത്തരം അമ്മ പറയണം, അമ്മയുടെ ഉത്തരം ഞാനും പറയണം. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പൊ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ എന്റർടൈൻമെന്റ് കൂടിയാണല്ലോ നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് രസകരമായിട്ടുള്ള പോസിറ്റീവ് വൈബ്സ് ഒക്കെ കിട്ടുന്ന ഒരു വീഡിയോസ് ആണ് നിങ്ങളുടേതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ചു നേരം ചിരിക്കാനും തമാശകൾ കേൾക്കാനും ഒക്കെ ഒരു അവസരം എന്നുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? ചിലര് പറയാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിന് ഭയങ്കര കുളിർമയാണ്. ഞങ്ങൾ അത്രയ്ക്കുള്ള വലിയ ഇത് ചെയ്യണവരൊന്നും അല്ല, ഞങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എപ്പോഴും ഞാൻ പരമാവധി പ്ലസന്റ് ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്ലസന്റ് ആയിട്ടാണ് അവതരിപ്പിക്കാറ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നിന്ന ഡ്രസ്സിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഒരുപാട് കുറവുകൾ ഉണ്ടാവും. ഒരുപാട് പേര് ഞങ്ങളോട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഡ്രസ്സ് നന്നായിട്ട് ചേഞ്ച് ചെയ്ത് നിന്നുകൂടെ, വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ മേലെ എന്നൊക്കെ. പക്ഷേ ഒരു ദിവസം പല വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിന് ചിലപ്പോൾ സാധിക്കില്ല. വീട്ടിലെ മറ്റ് പണികൾ ചെയ്തതിന് ശേഷം മാത്രമാണ് വീഡിയോയുടെ പരിപാടി ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അത്ര നല്ല ഡ്രസ്സിലൊന്നും ആയിരിക്കില്ല. 1-2 വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു ക്ഷീണത്തിലേക്കൊക്കെ വരുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് ഒതുക്കണതാണ്. എന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നല്ല ഒരു കുളിർമ കിട്ടും, നല്ല പോസിറ്റീവ് എനർജിയാണെന്ന് പറയണത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം കേട്ടോ. ഇത് കേട്ടതിൽ ഒരുപാട് പേര് കമന്റിന്റെ അടിയിൽ എഴുതാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേഗം തന്നെ തുടങ്ങാം. റെഡിയാണോ? റെഡിയാ. എക്സൈറ്റഡ് ആണോ? ഇല്ല. ചെറിയ ടെൻഷൻ ഉണ്ടോ? അറിയാവുന്നതൊക്കെ പറയും. ഇപ്പൊ ടെൻഷൻ എന്തിനാ? ക്ലൂ ഇടയ്ക്ക് വേണമെങ്കിൽ തരാം കേട്ടോ. ക്ലൂ പ്രൊവൈഡ് ചെയ്യാം. അമ്മയ്ക്കും ക്ലൂ പ്രൊവൈഡ് ചെയ്യാം, ഞാനും ക്ലൂ പ്രൊവൈഡ് ചെയ്യാം. ഉത്തരം പറയാൻ എന്തെങ്കിലും പെട്ടെന്ന് ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിലും നമുക്ക് ഒന്ന് ആലോചിക്കാൻ ചില കാര്യത്തിന് മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കേണ്ട ഒരു അവസരം വരുവാണെങ്കിൽ നമുക്ക് ക്ലൂ കൊടുക്കാം അല്ലെ? അതല്ലേ ബെറ്റർ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിലൊരു 12 ചോദ്യങ്ങളുണ്ട്. അപ്പൊ കുറെ അധികം ടൈം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പകുതി വേറെ റൂൾസ് ആക്കി ചെയ്യാം. പകുതിയായിരിക്കും മിക്കവാറും. അതല്ല, പെട്ടെന്ന് തീരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് പറയാം. അതായിരിക്കും രസം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. സമയം കളയണ്ട. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോലെ എന്താണെന്നറിയോ? ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. സ്റ്റാർട്ടിങ് അല്ലേ, അപ്പൊ നമുക്ക് എളുപ്പമുള്ള ചോദ്യം നോക്കാൻ പറ്റില്ല. എനിക്ക് കണ്ണാടിയിലത് കാണാൻ പറ്റില്ല. അങ്ങനെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അപ്പയുടെ എനിക്ക് വായിക്കാനേ പറ്റൂല. അപ്പയ്ക്ക് ഞാൻ എഴുതി കൊടുത്തത് അപ്പയ്ക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. ഏതെഴുതി കൊടുത്താ? അതെ. അപ്പൊ തുടങ്ങാട്ടോ. ആദ്യത്തെ ചോദ്യം എളുപ്പമുള്ളതാട്ടോ, ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഏർലി ബേർഡ് ഓർ നൈറ്റ് ഔൾ, അതായത് രാത്രി കുറെ നേരം ഇങ്ങനെ കണ്ണു തുറന്ന് ഇരിക്കുന്നതാണോ താല്പര്യം, രാവിലെ നേരത്തെ എണീക്കുന്നതാണോ താല്പര്യം? അപ്പൊ എന്റെ ഇഷ്ടം അമ്മ പറയണം, അമ്മയുടെ ഇഷ്ടം ഞാൻ പറയും. അപ്പൊ ആദ്യം അമ്മ പറഞ്ഞു. രാത്രി ഇരുന്ന് ഒരു 3 മണി വരെ ഇരുന്നാലും
ഇവിടെ വിഷയമൊന്നുമില്ല. ഇവിടെ അങ്ങനെയാണ് പതിവ്. പിന്നെ രാവിലെ എഴുന്നേക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഈ എഡിറ്റിങ് കഴിഞ്ഞ് 2 മണിയൊക്കെ ആവും മിക്കവാറും കിടക്കുമ്പോൾ. ചില ദിവസം എഡിറ്റ് ചെയ്യുമ്പോൾ ഇറർ വരും, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്ന് ഡിലേ വരും. അപ്പം 3 മണിയാകുമ്പോൾ പിന്നെ അപ്പ പറയാറുണ്ടെങ്കിൽ കിടക്ക ഇനി മതിയെന്ന. അപ്പൊ രാവിലെ ഒരു ദിവസം 6 മണിക്ക് അപ്പ എണീറ്റപ്പോഴും ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നില്ല. ആണോ? വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് അപ്പനോട് ചോദിച്ചു നീ കിടന്നില്ലേ? അപ്പൊ അന്നേരം പിറ്റേ ദിവസം ഓഫ് ആയിരുന്നായിരിക്കും. എല്ലാം പിറ്റേ ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എത്ര നേരം ഇരിക്കാനും രാത്രിയിൽ ഇരിക്കാൻ മടിയില്ല. രാവിലെ പിന്നെ കിടന്നില്ലെങ്കിൽ ആ വഴി പൊക്കോളും. അല്ലെങ്കിൽ പക്ഷെ അങ്ങനെ ഇരിക്കാൻ പാടില്ല ശരിക്കും. രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്ക് ജോലികളുള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. ഹെൽത്ത് ശരിക്കും നോക്കണം. നമ്മൾ ജോലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴും നൈറ്റില് വൈകി കിടക്കണ ആളാട്ടോ ഇവിടെ. രാവിലെ കൊണ്ട് എഴുന്നേക്കാതെ പറ്റൂല്ലോ. അപ്പൊ ഞാൻ എഴുന്നേക്കും. അങ്ങനെയാണ് അവക്കടെ രീതി. അപ്പൊ അമ്മയ്ക്ക് ഒരു പോയിന്റ് അതില് ഞാൻ പറഞ്ഞില്ല. അമ്മയ്ക്ക് ഒരു പോയിന്റ്. അപ്പൊ അമ്മയുടെ കാര്യം ഞാൻ പറയാം. അമ്മ പൊതുവെ രാവിലെ എണീക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ ഒരുപാട് എർലിയൊന്നും എണീക്കില്ല. ആവശ്യത്തിന് മിതമായ രീതിയിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എണീറ്റ് പോകുന്ന ഒരാളാണ്. ഇന്ന് ഒരു സമയത്ത് എണീറ്റു, നാളെ വേറെ സമയത്ത് എണീറ്റു, അങ്ങനെയൊന്നല്ല. എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ 6 മണിക്ക് ആവുമ്പോൾ എണീക്കും. രാത്രി അമ്മ ഒരു നൈറ്റ് ഔൾ അല്ല, രാത്രി മൂങ്ങയല്ല. 11 മണി. അമ്മയുടെ കാര്യം അമ്മ പറയാൻ പാടില്ല, ഞാനേ പറയുള്ളൂ. തെറ്റുണ്ടെങ്കിൽ അത് അമ്മ പറയണം. അങ്ങനെയാ വേണ്ടത്. അപ്പൊ അമ്മ കുറച്ചു നേരം വൈകിട്ട് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 10-11 മണി, മാക്സിമം പോയ 11:30 ആകുമ്പോഴേക്കും അമ്മ കോട്ടുമായിട്ട് തുടങ്ങും അല്ലെ, അപ്പൊ കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എണീക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് കേട്ടോ. 2 പേർക്കും ഒരേ പോയിന്റ് കിട്ടി. 2 പേരും ഈക്വലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു മൈൻഡ് ചോദ്യമല്ലേ? അതെ. ഇനി കുറച്ച് ഹാർഡായിട്ടുള്ള ചോദ്യം ആയാലോ? ആയിക്കോ. അപ്പൊ ഞാൻ നോക്കട്ടെ കേട്ടോ. ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന വിചിത്രമായൊരു കാര്യം. അത് അമ്മയ്ക്ക് പറയാൻ പറ്റും. എന്താന്നറിയോ? വേണേ ഞാനൊരു ക്ലൂ തരാം. അറിയാവുന്ന കാര്യമായി, എന്നും പറയണ കാര്യ. പക്ഷെ പെട്ടെന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ ഒരു ആലോചിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു ക്ലൂ കൊടുക്കാം. എന്താന്നറിയോ? ചെരുപ്പിടുമ്പോ ഞാൻ ചെരുപ്പിടുമ്പോ എപ്പോഴും പറയണതല്ലേ, ഇവിടെ കിടക്കണ ചെരുപ്പ് ഞാൻ ഇടുമ്പോ അമ്മ എന്താ എന്റെ ചെരുപ്പ് ഇടുന്നില്ലാത്ത? ഇവരുടെ 2 പേരുടെ സ്ലിപ്പേഴ്സ് ആട്ടോ. സ്ലിപ്പേഴ്സിന്റെ കാര്യം, മറ്റുള്ള ഷൂവിനൊന്നും ആ പ്രശ്നമില്ല. സ്ലിപ്പേഴ്സ് ഇടുമ്പോ ഇവക്കടെ അളവിന് ഒരളവ് കുറവാണ് എൻ്റെ. എന്നാലും എനിക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. സ്ലിപ്പേഴ്സ് ഇവര് അപ്പയുടെയും ഇവളുടെയും ചെരുപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലിപ്പേഴ്സ് ഇടുന്നത് കുറച്ച് പുതിയ മുറുക്കമുള്ള ചെരുപ്പ് ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം 2 മാസം അല്ലേ, 2 മാസം കഴിയുമ്പോഴത്തേക്കും ആ വാറില്ല അതിന്റെ, അത് ഭയങ്കര ലൂസാവും. ഇവരുടെ 2 പേരുടെ പാദത്തിന്റെ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇടുന്ന ചെരുപ്പ് എപ്പോഴും വർക്ക് ഏരിയയിലായിരിക്കും. പഴയ ചെരുപ്പുകൾ ഇട്ടാക്കണം മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ നോക്കും. 2 പേരുടെയും ചുമന്ന ചെരുപ്പുണ്ട് ഞങ്ങളുടെ സ്ലിപ്പേഴ്സ്. അപ്പം എൻ്റെ ചുമപ്പാണോ അതൊന്ന് നോക്കാം. കാരണം ഇവക്കടെ ചുമപ്പില്ല, ഇങ്ങനെയായിരിക്കും വള്ളി കിടക്കണേ. പിന്നെ അപ്പയുടെ 10 സൈസ് അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല. അത് പിന്നെ പാരഗണിൻ്റെ വൈറ്റാ, ബ്രൗൺ ഇതായിട്ടും. അത് അപ്പയുടെ ചെരുപ്പും 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് മേടിക്കുന്ന ചെരുപ്പിൻ്റെ വാർ ഇങ്ങനെ അകന്നിരിക്കും. അത് ഇവരുടെ ആ ഫ്രണ്ടിലുള്ള പാദത്തിന്റെ അവിടെയുള്ള ഒരു പ്രത്യേകതയാണത്. അത് ആരുടെ, അപ്പച്ചന്റെ ആണോ അമ്മച്ചിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ സാൻഡലും ഷൂ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ ഒതുങ്ങിയിരിക്കുമല്ലോ. ഇതിങ്ങനെ ഇരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, ഞാൻ എന്താ എമർജൻസി വന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അത് എടുക്കൂല. ഞാൻ എന്നിട്ട് ഇവളോട് ഒരു പോയിന്റ് പറയും, എന്റെ റബ്ബർ ചെരുപ്പ് മാത്രം നീ ഇടരുതെന്ന്. അപ്പൊ ഇവക്കറിയാം ആ റബ്ബർ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് വിടർന്നു പോകും, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലാണ്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഞാൻ പറയും, എന്റെ മറ്റേത് ചെരുപ്പ് വേണമെങ്കിലും ഇട്ടോ, എന്റെ റബ്ബർ ചെരുപ്പ് ഇട്ട് വിസ്തൃതമാക്കി വെക്കരുതെന്ന്. അയ്യോ, ഇങ്ങനെ ഇരിക്കണത്. അത് മനഃപൂർവ്വം ചെയ്യണല്ല, അത് കാലിന്ത്യ. ഇവര് 2 പേരും നടക്കുന്ന ഒരു പ്രത്യേക രീതിയിലാ. അതുകൊണ്ട് പക്ഷെ ഞാൻ അപ്പയുടെ നോക്കി പഠിച്ചതും അല്ല. ഞാൻ പണ്ടൊട്ടേ നടക്കുമ്പോ അങ്ങനെയാണ് എന്റെ ചെരുപ്പിന്റെ വള്ളി അങ്ങനെയാണ് വരുള്ളൂ.
അപ്പയുടെ അങ്ങനെ തന്നെയാ വരുന്നത്. അങ്ങനെയാ. പക്ഷെ അത് അമ്മ പറഞ്ഞപ്പോഴും ഞാനത് അതെ അപ്പ എങ്ങനെ നീ ശ്രദ്ധിച്ചാൽ മതി, മുറ്റത്തോടെ നടക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അമ്മയുടെ ഒരിക്കലും ലൂസ് ആവില്ല, അമ്മയുടെ എപ്പോഴും ഇറുകി തന്നെ ഇരിക്കണം. അതെങ്ങനെയാന്ന് എനിക്ക് ഭയങ്കര കാലിന്റെ ഓരോരുത്തരുടെ കാലിന്റെ. അപ്പ ഇടുന്ന ചെരുപ്പ് ഞാനിങ്ങനെ നോക്കും, എപ്പോഴും ശ്രദ്ധിക്കും ഇങ്ങനെ മുറ്റത്തോടെ നടക്കുമ്പോ. അങ്ങനെ തന്നെ ലൂസായിട്ടാ ഇരിക്കുന്നത്, വള്ളി മാത്രം. അത് ഒരു വിചിത്രമായ കാര്യമല്ലേ. അതെ. പിന്നെ വേറെ ഏതാണ്ടൊരു കാര്യം പറയാൻ വന്നായിരുന്നു ചെരുപ്പിന്റെ പറഞ്ഞപ്പോ അത് വിട്ടുപോയി. ഇനിയിപ്പോ പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തെ കാര്യം, അത് ചോദ്യം ഉണ്ടോന്ന് അറിയില്ല. അതും ഒരു ഇതാണ്, ശരിയാ, വിചിത്രമായ. അത് ഞാൻ പറയാട്ടോ, കാരണം പറയേണ്ട ചോദ്യത്തിലുള്ളതല്ല. ഇപ്പൊ നമ്മള് എല്ലാവരും നമ്മുടെ പേരൻസിനെയല്ലേ ഓരോന്ന് അനുകരിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂളില് ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് അവിടെ അന്നേരം ഒരു സ്കൂട്ടറിനൊന്നും സാധിക്കൂല. കാറ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് കാറ് ഡ്രൈവ് ചെയ്യും. അപ്പൊ അവിടെ ആ പുള്ളിക്കാരിയും കൊണ്ട് പറയുമായിരുന്നു ചെരുപ്പിട്ട് പഠിക്കണമെന്ന്. പക്ഷെ ഇവക്ക് പറ്റൂല, അത് സാധിക്കൂല. ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ കാറ് ഡ്രൈവ് ചെയ്യുമ്പോ. അപ്പൊ ഇവിടെ ഹസ്ബൻഡും ഈ സാൻഡൽ ചെരുപ്പ് സ്ഥിരം ഇടുന്ന ആ ചെരുപ്പ് ഊരിയിട്ടേച്ചാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ പപ്പയുടെ ചേട്ടൻ എപ്പോഴും റോജാച്ചൻ അപ്പുറത്ത് തറവാട്ടിലെ ചേട്ടൻ ഇവളോട് ചോദിക്കും, അപ്പടെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഇവളോട് ചോദിക്കും, മോളിങ്ങനെ ചെരുപ്പ് ഊരിയിട്ടാണ്, ചെരുപ്പിട്ട് പഠിക്കണം നല്ലതായിരുന്നു എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇവള് പറഞ്ഞാൽ അത് സാധിക്കൂല, പഠിച്ചിട്ട് വർഷങ്ങളായില്ല. അപ്പൊ അന്ന് മുതലേ ഊരിയിട്ട് പഠിച്ചുകൊണ്ട് ആ രീതിയിൽ മാത്രമേ ഇവക്കും പറ്റുള്ളൂ. രണ്ടുപേരും ചെരുപ്പ് ഊരിയിട്ട്. ഞാൻ പിന്നെ വണ്ടി ഓടിക്കുന്ന ആളല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ആൾക്കാരും ചെരുപ്പിട്ടിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ ഒത്തിരി പേരുടെ അതിനുശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി എല്ലാരും ചെരുപ്പിട്ടിട്ടാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ പാകമായതിനു ശേഷം, ലൈസൻസ് കിട്ടി തുടങ്ങിയതിന് ശേഷം ഞാന് വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. എനിക്കതാണ് കംഫർട്ടബിൾ കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ തൊട്ടാണ് വണ്ടി ഓടിച്ചു തുടങ്ങിയത്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിക്കുന്നത്. ഇത് കാണുന്ന ആരെങ്കിലും ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, എനിക്കൊരു കൂട്ടാവൂലോ. പക്ഷെ വല്യപ്പ പറഞ്ഞ ശരിയാ, പപ്പയുടെ ചേട്ടൻ പറഞ്ഞ ശരിയാ, ചെരുപ്പിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഇവര് രണ്ടുപേരും പറഞ്ഞത് ഗ്രിപ്പ് കിട്ടൂലെന്ന് എന്തോ ഇവര് പറയാറുണ്ട്, എനിക്കറിയില്ല. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ കോണ്ടാക്ട് കിട്ടൂലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഞാൻ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇഷ്ടംപോലെ വിചിത്രമായ കാര്യമുണ്ട്. പക്ഷെ ഫസ്റ്റ് വിചിത്രമായ കാര്യം ചെരുപ്പിന്റെ വള്ളിയല്ലേ. അയ്യോ അത് ഭയങ്കര പൊന്നെ. അപ്പൊ എന്റെ വിചിത്രമായ കാര്യം കുറെ നേരം പറഞ്ഞ് ചിരിച്ചില്ലേ. ഇനി അമ്മയുടെ വിചിത്രമായ കാര്യം ഞാൻ പറയട്ടെ, അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അമ്മ ഉറങ്ങുമ്പോ സ്വപ്നം കാണും. എന്നിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും സ്വപ്നം കാണാറില്ലേ? നമ്മള് ഉറക്കത്തിനിടയിൽ സ്വപ്നം കണ്ടു, അതങ്ങനെ പോകുന്നു. പക്ഷെ അമ്മ എങ്ങനെയെന്നറിയോ, സ്വപ്നം കാണുന്നത് ഒരിക്കലും ഈ സാഹചര്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് രാത്രി ഒച്ചയൊക്കെ ഉണ്ടാക്കും. രാത്രി ഒരു ദിവസം ഞാൻ എണീറ്റ് വന്നു, അമ്മ ഭയങ്കര സൗണ്ടൊക്കെ. ഞാൻ വിചാരിച്ച എന്തോ അസുഖം വന്നതെന്ന് കേട്ടോ. എന്നിട്ട് അപ്പയെ വേഗം തന്നെ എണീറ്റ് എന്നാന്ന് ചോദിക്കും. സംസാരിക്കണല്ല, ഭയങ്കര ഒച്ചയാ ഉണ്ടാക്കണേ. പറഞ്ഞു ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച്. അത് ശരിക്കും അസുഖം വന്നാന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ അത് ശരിക്കും ഞാൻ ആ സ്വപ്നം കണ്ടത് പലപ്പോഴും ഞാനിങ്ങനെ കാണുന്നതില്ലേ, നമ്മുടെ റിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അത് കാണുന്നത്. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിങ്ങനെ അങ്ങനെ ഒരു ചിന്നത് പറയാമൊന്നും എനിക്കറിയില്ല, മോഷണം. അത് ഞാൻ എങ്ങനെയാ എപ്പോഴും സ്വപ്നം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ ഇതല്ലേ പത്രവാർത്തകളൊക്കെ കാണും. അപ്പം ഞാൻ എപ്പോഴും ഈ മോഷണത്തിൻ്റെ ഇങ്ങനെ ഓർക്കും, എപ്പോഴും മോഷണ കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കും. അപ്പം എപ്പോഴും ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളന്മാർ വന്നു, ഇങ്ങനെ നമ്മൾ അത് ചെയ്തു അങ്ങനെയുള്ളൊരു സ്വപ്നം. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട്, പക്ഷേ എനിക്ക് അല്ല അപ്പം എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പുറത്തേക്ക് സൗണ്ട് ഓടിക്കുന്ന പോലെ കേൾക്കും. അത് കഴിഞ്ഞ് ചെന്നാന്ന് വെച്ചാൽ എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരാതെ ഇരുന്ന് കഴിഞ്ഞ് ഭയങ്കര മാക്സിമത്തിൽ സൗണ്ട് പുറത്തേക്ക് പുറപ്പെടുവിച്ചാലും സൗണ്ട് ഇങ്ങനെ വന്നില്ലെന്ന് എൻ്റെ ചിന്ത. അപ്പം ഞാൻ അങ്ങനെ പുറപ്പെടുവിക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് എപ്പോഴും അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും ഈ കള്ളന്മാരുടെ സ്വപ്നം ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം എപ്പോഴും ഇങ്ങനെ മോഷണത്തിൻ്റെ ഒരു ചിന്ത എന്നിലിരിക്കുന്നത്. അപ്പം എപ്പോഴും ഞാൻ അവരെ ഓടിക്കാനെന്നുള്ള രീതിയിൽ അപ്പം എല്ലാവരും അറിഞ്ഞ് എന്നാന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലിരിക്കുന്നത് എനിക്ക് സാധിക്കാത്തത് കൊണ്ട് അറിഞ്ഞ് പുറത്തേക്കുള്ള ലൈറ്റ് ഇടണം. അപ്പം കള്ളന്മാർ പോകുന്നതാണ് എൻ്റെ ചിന്ത. ഇതിപ്പോൾ കള്ളന്മാരൊക്കെ കേൾക്കണ്ടോന്നോ എന്നാൽ
ഞാൻ പറയുകയാണ്. അപ്പൊ ഇടയ്ക്ക് ഇവിടെ അപ്പു പറയും ഈ ഒച്ച ഇങ്ങനെ രാത്രിയിൽ സ്വപ്നം കണ്ടെടുക്കണത് കൊണ്ട് ആ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടുന്ന. എന്നൊന്നുമില്ല, ഇങ്ങനെ കാണുന്ന ദിവസങ്ങളിൽ ഇല്ല, അങ്ങനെ എന്നൊന്നുമില്ല, കാണുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. കറക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എന്നാ എന്നാ അതൊന്നും അമ്മ കേൾക്കണേയില്ല. അതായത് ഞാൻ ഏറ്റവും അവസാനം എണീറ്റ് വരണം. അല്ല, ഇന്നാളെ നീ ചോദിച്ചില്ലേ ഒരു ദിവസം, ഞാനിവിടെ ദിവാനെ കിടന്നു നാളെ ഒരു ദിവസം ഇവിടെ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയണില്ല ചോദിക്കുന്നത്. അതിങ്ങനെ ഓരോരുത്തരുടെ മാനിയായിരിക്കും, അത് വിചിത്രമായ വല്ലാത്ത മാനിയ തന്നെയാണ്. ഇപ്പൊ എന്നാ ചെയ്യണേ? ഏതായാലും മനോനില തെറ്റിയിട്ടില്ലല്ലോ, അത് ഭാഗ്യം. അത് ഭാഗ്യം. അപ്പൊ അതില് എനിക്കും അമ്മയ്ക്കും ഈക്വൽ പോയിന്റ്സ് ആട്ടോ. ഞങ്ങൾ രണ്ടുപേരും ചെയ്യണ വിചിത്രമായ. അല്ല, നീ വിചിത്രം ചെയ്യണില്ല. അല്ലെന്നേ ചെരുപ്പിന് എല്ലാം മറന്നുപോയോ? അത് ശരിയാ. പിന്നെ അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം ഫേസ് ചെയ്യാൻ റെഡിയാണോ? ഏത് ചോദ്യം ഫേസ് ചെയ്യാം. ആരാണ് റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്? എനിക്ക് ഒന്നും ഇടാൻ ഇവിടെ ഇല്ലാന്ന് കംപ്ലൈന്റ് ചെയ്യുന്നതും ആരാണ്? എനിക്ക് ഇവിടെ ഇടാൻ ഒന്നും ഇല്ല. ഡ്രസ്സാ ഇടാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല. അത് ഞങ്ങളുടെ മകള് തന്നെ. അയ്യോ, അതായത് അപ്പൊ വേറെ ചോദ്യം ഉണ്ടോ? അതായത് ആരാണ് ഏറ്റവും കൂടുതൽ റെഡി ആവാൻ താമസം എടുക്കുന്നത്? റെഡി ആവാൻ താമസം എടുക്കണ മകളുമല്ല ഞാനുമല്ല, ഹസ്ബൻഡ് തന്നെയാണ്. അതെന്താന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും റെഡി ആയി കഴിഞ്ഞിട്ടാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അത് വൈകുന്നത്. അപ്പൊ അത് രണ്ടുപേരും ഏകദേശം ഈക്വല. ഞങ്ങൾ രണ്ടുപേരും അധിക സമയമൊന്നും എടുക്കാറില്ല, ഏകദേശം കാരണം എല്ലാം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാടൊന്നും ചെയ്യാനുണ്ടാവില്ല. എനിക്ക് ആകെ സമയം എടുക്കുന്നത് മുടി ചെയ്യുക മാത്രമാണ്, അല്ലാതെ വേറെ സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് ചെയ്യും. പക്ഷെ ഇവിടെ ഒന്നും ഇടാനിരിപ്പില്ല, ഒന്നും ഇടാൻ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാ അത് ഞാൻ പറയാം. അതായത് കുറെ ഇങ്ങനെ മേടിച്ചു കൂട്ടും, അതിനെപ്പോഴും വഴക്ക് കൂടുന്ന ആളാ. കുറെ മേടിക്കും, കുറെ തയ്പ്പിക്കാൻ തുണി എടുക്കും, എന്നിട്ടെല്ലാം തയ്പ്പിച്ച് അലമാരി കൊണ്ടുപോയി വെക്കും കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഓരോന്നൊക്കെ ഇട്ട് കഴിഞ്ഞേച്ച് പിന്നെ അതിന് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ അത് കഴുകിയേച്ച് അലമാരിയിൽ മടക്കിയിരിക്കും. പിന്നെ ഇടാൻ ഒരു കെട്ട് ഡ്രസ്സുകൾ അങ്ങനെ ഉണ്ടാവും, ഇടാൻ താല്പര്യമില്ല. അപ്പോൾ എവിടെയെങ്കിലും പോണ സമയത്ത് ഞാൻ പറയും ആ തയ്പ്പിച്ചതൊക്കെ ഓരോന്ന് എടുത്തിടാൻ പറഞ്ഞു കഴിയുമ്പോൾ അതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ അലമാരിയിൽ നോക്കലായിട്ടുണ്ട്. അപ്പം അതിന് കുറേ സമയം കളയും. പിന്നെ ഏതെങ്കിലും ഒരു കുനിഷ്ടി പിടിച്ച് എടുത്തുകൊണ്ട് വരും. അപ്പം ഇവിടെ എനിക്ക് ഒന്നും ഇരിപ്പില്ല എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും തയ്പ്പിച്ചതൊക്കെ ഇടാനുള്ളതല്ല, ഞാൻ തുണി എടുക്കണതുമല്ല, ഞാൻ റെഡിമെയ്ഡ് മേടിക്കുന്നതല്ല, സ്വയം മേടിക്കുന്നതും സ്വയം തയ്പ്പിക്കുന്നതുമാണ്. അപ്പൊ ഒന്നും ഇല്ല എന്നുള്ള കംപ്ലൈന്റ് പറയണത് മകളാ. ഞാൻ പിന്നെ ഏതെങ്കിലും വലിച്ചു വാരി കൊടുത്തോണ്ട് ഞാൻ റെഡിയാവും. അമ്മയ്ക്ക് പക്ഷെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. എന്തൊക്കെ ഡ്രസ്സ് അമ്മയ്ക്കുണ്ട്, ഏതൊക്കെ ബ്ലൗസുകളുണ്ട്, ഏതിനൊക്കെ മാച്ചിങ് ബ്ലൗസ് ഉണ്ട്, ഏതൊക്കെ നല്ല ഡ്രസ്സുകളുണ്ട്, ഇതിനെപ്പറ്റി എല്ലാം കൃത്യമായ ധാരണ അമ്മയ്ക്കുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡ്രസ്സ് തയ്പ്പിച്ചാൽ പിന്നെ ആ ഡ്രസ്സിനെ പറ്റി ഞാൻ മറക്കും. അതെനിക്ക് ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് ഉണ്ടെന്ന് അമ്മ പറയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ഓർക്കണത് തന്നെ, ഓ അങ്ങനെ ഒരു ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന്. ഡ്രസ്സ് തയ്പ്പിക്കുന്നല്ലാതെ എന്തൊക്കെ ഡ്രസ്സാണ് ഞാൻ തയ്പ്പിച്ചതെന്ന് ആ സ്പോട്ടിൽ തന്നെ ഞാൻ മറന്നു. ഇപ്പൊ ഇന്നലെ കുറച്ച് ഡ്രസ്സ് ഞാൻ തയ്പ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് അലമാരിയില് ഞാൻ നോക്കുമ്പോ കണ്ടില്ലെങ്കിൽ ആ ഡ്രസ്സ് എനിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് എന്റെ ഒരു നെഗറ്റീവാണ് കേട്ടോ. വിചിത്രമായ സ്വഭാവത്തിൽ ഒന്നാ. അതെ, എനിക്ക് അങ്ങനെ കുറെ വിചിത്രമായ സ്വഭാവം ഉണ്ട്, അതിൽ ഒന്നാണത്. അപ്പൊ ഇതില് നമ്മള് രണ്ടുപേരും ഈക്വലി ആ സ്കോർ ചെയ്തല്ലേ. അമ്മയ്ക്ക് ഒരു പോയിന്റ്. അമ്മ എന്റെ കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും അമ്മ പറയാറൊന്നുമില്ല. അമ്മയ്ക്ക് എല്ലാത്തിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. അത് തന്നെയാണ് അമ്മയുടെ കുഴപ്പവും. കാരണം ചോദ്യം ചെയ്യും. പിന്നെ കൃത്യമായ ധാരണയുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിക്കുള്ളൂ, ഇഷ്ടമുള്ളത് യൂസ് ചെയ്യും, മേടിക്കണത് യൂസ് ചെയ്യും. എനിക്ക് മാറി മാറി ഇടുന്നത് ഇഷ്ടം. ഇവിടെ ഇടൂല, അതിപ്പോ എനിക്ക് ദേഷ്യം. അതുകൊണ്ട് അതാണ് പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഇനി ഒരു സിമ്പിൾ ചോദ്യം ആവാം, കാരണം ഇപ്പൊ ഇച്ചിരി ഫണ്ണി ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ. അപ്പൊ ഫേവറേറ്റ് കളർ അത് അമ്മയ്ക്ക് പറയാൻ പറ്റും. നിന്റെ ഫേവറേറ്റ് കളറാ? ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റൂല, ഏത് സമയവും പറയും ബ്രൗൺ. ഈ ഏറ്റവും ആദ്യം പഠിക്കാൻ പോയപ്പോ കൊറേ മെറൂൺ തുണി എടുത്തത്, മെറൂൺ, പിന്നെ ബ്ലാക്ക്. ഞാൻ പറയും നമുക്ക് രണ്ടുപേർക്കും
ബ്ലാക്കോ മെറൂണോ ബ്രൗണോ എനിക്കും ഇവക്കും രണ്ടുപേർക്കും ചേരൂല. നേരെ മറിച്ച് അപ്പയ്ക്ക് ആ കളറുകൾ ചേരും. ഞങ്ങൾ രണ്ടുപേരും നിറം കുറഞ്ഞവരാ. അപ്പൊ നീ ഇത് എടുക്കല്ലേ കൊച്ചെ, നിനക്കിത് ചേരൂലെന്ന് പറഞ്ഞാൽ അത് തന്നെ എടുക്കും, അത് തന്നെ തയ്പ്പിക്കും. ഒരു പ്രാവശ്യം ബ്ലാക്ക് സ്ഥിരം ഇടും, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ബ്രൗണും മെറൂണും ഇടും. പിന്നെ കഴുകിയേച്ച് ഞാൻ പറഞ്ഞില്ല മടക്കി അതില് പിന്നെ ഞാൻ ആ കഥ മറക്കും. അങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടാവൂല. അതാണ് കുഴപ്പം. കുഴപ്പം പാടില്ല. എല്ലാവർക്കും ഉണ്ടാവൂല എന്തെങ്കിലും നെഗറ്റീവ്. അതിന്റെ ഒരു ഭാഗമാണത്. കാരണം ഞാൻ വേറെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ഓരോ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കും, ചിന്തിക്കും. അങ്ങനെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ പ്രയോറിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് അങ്ങ് മറക്കണതാണ്, മനഃപൂർവ്വം അങ്ങ് മറക്കണതാ. കാരണം എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ ഫ്രഷ് കണ്ടന്റ്സ് നമുക്ക് വേണമല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങ് മറക്കണതാണ് മനഃപൂർവ്വം. അമ്മയുടെ ഫേവറേറ്റ് കളർ പ്രത്യേകിച്ച് എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ദേ ഈ ഇട്ടിരിക്കണ പിങ്ക്. ഇപ്പോഴും കണ്ടില്ലേ പിങ്ക് കഴിഞ്ഞിട്ട് ഒരു കഥയെ അമ്മയ്ക്കുള്ളൂ. അപ്പൊ അവിടെ അമ്മയ്ക്കും എനിക്കും ഒരു ഈക്വൽ ആണ് കേട്ടോ. അമ്മ 1, എനിക്ക് 1. ഇനി അടുത്തത് ഏത് ചോദ്യമാണ് വേണ്ടത്? ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താം. ഇനി നിങ്ങൾ ആവശ്യപ്പെടും. എന്തായാലും ഇത് രസകരമായ ചോദ്യമല്ല. ഇനിയുണ്ട് ചോദ്യങ്ങൾ 12 ഉണ്ട്. 5 ചോദ്യത്തിൽ നമ്മൾ നിർത്താൻ പോവാണ് കേട്ടോ. 6 നിർത്താൻ വേണമെങ്കിൽ. അതെ 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 അതെ. കാരണം എന്താന്ന് വെച്ചാൽ ഇനി വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ചോറിന്റെ പരിപാടിയൊക്കെ നോക്കണം. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഏതാണ് അമ്മയ്ക്ക്? എനിക്കാ? അല്ല എനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതാ. അതെനിക്കറിയാം. എനിക്ക് ഇഷ്ടമുള്ള ട്രെയിൻ. അത് പിന്നെ കണ്ണുകെട്ടി പറയാം. എനിക്ക് ട്രെയിൻ കഴിഞ്ഞിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. എനിക്ക് ബസ്സൊന്നും താല്പര്യമില്ല. കാറും എനിക്ക് അത്ര എൻജോയിങ് ഒന്നും അല്ല കേട്ടോ. കാറ് എനിക്ക് കുഴപ്പമില്ല, കംഫർട്ടായിട്ട് പോകാമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ട്രെയിന്, ബസ്, ഊബർ, പിന്നെ കാറ്, സ്കൂട്ടർ, മെട്രോ, ഓട്ടോ, ഇത്രയും നിരത്തിയിട്ട് ഏതിലായിരിക്കും പോകാൻ ആദ്യം ഇഷ്ടം എന്ന് ചോദിച്ചു ഞാൻ ട്രെയിൻ മാത്രമേ ചോദിച്ചു. ട്രെയിൻ അത്ര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമുള്ള. എനിക്കും ട്രെയിൻ ഇഷ്ടമാണ് ഒരു കാര്യത്തിൽ മാത്രം. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംശയമില്ല, ബസ്സാ. അമ്മയ്ക്ക് മാറി മാറി കയറി പോണം. അതായത് ഇപ്പൊ ഞാനൊക്കെ ബസ്സിൽ കയറും. എനിക്ക് ബസ് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇൻ കേസ് നമുക്ക് കയറേണ്ടി വരുമല്ലോ ചിലപ്പോഴൊക്കെ. അപ്പൊ എനിക്കൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു മൂലക്കിൽ ഇരിക്കും, ഞാൻ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കും. പക്ഷെ അമ്മ എങ്ങനെയാണെന്നറിയോ, അമ്മയ്ക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതേ ഇഷ്ടമല്ല. ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും അമ്മ ഇറങ്ങും. എന്നിട്ട് പറയും നമുക്ക് വേറെ ബസ്സിൽ കയറാമെന്ന്. ഈ ബസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ എത്തുന്ന ബസ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും അമ്മ ഡെസ്റ്റിനേഷൻ വരെ ഈ ഒരു ബസ്സിൽ തന്നെ ഇരിക്കില്ല. അമ്മ 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഉടനെ ഇറങ്ങിയിട്ട് വീണ്ടും മാറി കയറും. അല്ലേ? സ്റ്റോപ്പ് കഴിഞ്ഞല്ല, ഞാൻ ലാബറേറ്റ് ചെയ്ത് പറയാം. അതായത് രാവിലെ വഞ്ചിനാടല്ലേ, വഞ്ചിനാടിന് തിരുവല്ലായി പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് പരുമലയ്ക്ക് ബസ് കയറും. അവിടെ നിന്ന് ഒറ്റ ബസ്സിന് പരുമല ചെന്നിറങ്ങും. അതെല്ലാവർക്കും ഒരു അതിരക്കാർക്ക് എല്ലാം അറിയാം. ഞങ്ങൾ 2 പേരും കൂടെ പോകുമ്പോഴത്തെ അവസ്ഥയാട്ടോ. ഞാൻ തന്നെ പോകുമ്പോഴും അങ്ങനെയാ. 3 പേരും കൂടെ പോകുമ്പോഴാണ് കാറ് പോണത്, കാറ് കൊണ്ട് പോണേ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചെയ്യണ വിചിത്രമായ സ്വഭാവം, പള്ളി കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് അല്ല, പള്ളി കോമ്പൗണ്ടിൽ പണ്ട് നമ്മൾ ഒറ്റ ബസ് കോട്ടയുണ്ട്. എൻ്റെ അമ്മോ ഒറ്റ ബസ്സിന് അവിടെ നിന്ന് കയറും, പണ്ട് വർഷങ്ങൾ മുമ്പ്. എന്നിട്ട് പള്ളി കോമ്പൗണ്ടിൽ നിന്ന് കോട്ടയം വരെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യമാവും മൊത്തം. എന്നിട്ട് കോട്ടയത്ത് വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവക്ക് കോട്ടയത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഇവള് പറഞ്ഞാൽ എന്തിനാ ഇവിടെ ഇറങ്ങും? ഞാൻ പറഞ്ഞു കോട്ടയം ബസ്സാണ് ഇത്, കോട്ടയത്ത് നിന്ന് നമുക്ക് LS കയറണം. അപ്പൊ ഇവക്ക് ഇഷ്ടക്കുറവ് തുടങ്ങും. ഒറ്റ ബസ്സിന് എറണാകുളം വരെ ഉള്ളത്. അപ്പൊ പെരുമലന്ന് ഒറ്റ ബസ് അങ്ങനെ കിട്ടൂല. ഞാൻ അവിടെ തൊട്ട് ചോദിക്കും എറണാകുളം വരെ ഒറ്റ ബസ് കിട്ടൂല. പക്ഷെ കിട്ടുകയൊക്കെ ചെയ്യും. അമ്മ പറയും കിട്ടില്ല. അല്ല കിട്ടൂന്ന് പറഞ്ഞാൽ ഒരു ബസ് ഉണ്ട് രാവിലെ എറണാകുളത്തുനിന്ന് വന്ന് പരുമല ചെന്നാ കുർബാന കഴിഞ്ഞ അപ്പൊ പോരും. ഞാൻ കിട്ടണേന്ന് പ്രാർത്ഥിച്ചായിരിക്കണം. അമ്മ പറയും ദൈവമേ അത് കിട്ടല്ലേ. പക്ഷെ അത് കിട്ടാൻ ഭാഗത്തിന് പോരാൻ പറ്റൂല. കാരണം പരുമല ചെല്ലുമ്പോ 8 മണിയാവും. ആ ബസ് 9-ന് പോരും. ഞങ്ങൾ ഈ ട്രെയിനിനാ പോണേ, അങ്ങോട്ടേ വഞ്ചിനാടിനാ പോണേ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടുള്ള രസം പറയാം. ഒരു പ്രാവശ്യം നമ്മൾ KSRTC പരുമല കോമ്പൗണ്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ എൻ്റെ ഡോറൊക്കെ പിടിച്ച് അടച്ചില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഞങ്ങൾ 2 പേരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ KSRTC നിർത്തലാക്കി. അപ്പൊ ഇവക്കടെ മുഖം കറുത്തിരുണ്ടു. എനിക്ക് പക്ഷെ കുഴപ്പമില്ല, എനിക്കത് സന്തോഷമായി. കാരണം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് മാന്നാർ ജംഗ്ഷനിലേക്ക് വരും. രസമാട്ടോ, നിങ്ങൾക്ക് രസമുണ്ടോന്നറിയില്ല. എന്നിട്ട് മാന്നാറിൽ നിന്ന് നോക്കട്ടെ കേട്ടോ, ആദ്യം നമുക്ക് കോട്ടയത്ത് നിന്ന്
ചങ്ങനാശ്ശേരി ബസ് വരുവാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ കേറില്ല. എന്താന്ന് പറയുമ്പോ ഞാൻ അവളോട് ഒരു നുണ പറയും, എടി അതിന് ഭയങ്കര തിരക്കാൻ, നമുക്ക് കേറണ്ടാന്ന്. അപ്പൊ ഇവക്ക് ആദ്യം പിടികിട്ടൂല. എനിക്കറിയില്ല. പിന്നെ ഇവിടെ പിടിച്ചെടുത്ത എന്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചങ്ങനാശ്ശേരി ബസ് വരുവാണെങ്കിൽ മാന്നാറിന്ന് ചങ്ങനാശ്ശേരിക്ക് കയറുക, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് കയറി തിരുവല്ലക്ക് ഇറങ്ങുക, തിരുവല്ലയിൽ നിന്ന് ബസ് കയറി കോട്ടയത്തിന് കയറുക. അപ്പൊ ഇവള് പിന്നെ ഇവക്ക് ഉദ്ദേശം മനസ്സിലായി. പിന്നെ ഇവള് എന്നോട് പറയും, അങ്ങനെ വേണ്ട, നമുക്ക് തിരുവല്ല വരെയുള്ളത് കിട്ടുവാണെങ്കിൽ അതിന് കയറാം, അതിന് കയറി അവിടെ ഇറങ്ങുക, എന്നിട്ട് അവിടെ നിന്ന് കോട്ടയം കയറുക. അപ്പൊ ഞാൻ പറയും വേണ്ട, 2-3 ബസ് മാറി കയറണം. ഇവള് കുറെ ക്ഷമിച്ച് കുറെ നാളൊക്കെ അങ്ങനെ സഹിച്ചു. അത് കഴിയുമ്പോൾ എന്നോട് ഇവള് പറയും, ഞാൻ അപ്പം പോരുമ്പോൾ കാറിന് പോരുമ്പോഴേ പോരുള്ളൂ, അമ്മയുടെ കൂടെ ഇങ്ങനെ പോരൂല, മാറി കയറണം ഇഷ്ടമല്ല. എന്ന് ഞാനിങ്ങനെ മാറി കയറി എനിക്ക് ഒരു ബസ്സിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ മടുപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ മാറി. പിന്നെ കോട്ടയം വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഇങ്ങോട്ട് കിട്ടി നമുക്ക് ഇവിടെ റൂട്ടിൽ ഇറങ്ങാൻ കേട്ടോ, പുതിയ കാവ് ഇറങ്ങണം. അപ്പം ചിലപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോരുമോ, ഹസ്ബൻഡ് ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ വിളിക്കാൻ വരും. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇവള് പറയും, അപ്പം ഈ അമ്മ ഇങ്ങനെ മാറിന്ന് കയറി ചങ്ങനാശ്ശേരിക്ക് മുമ്പ് ഇറങ്ങാമെങ്കിൽ അമ്മ ചങ്ങനാശ്ശേരി അല്ല തിരുവല്ലയ്ക്ക് മുമ്പ് ഇറങ്ങാമെങ്കിൽ ഇറങ്ങിയാനെ, തിരുവല്ലയ്ക്ക് മുമ്പ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങാത്തത്. പിന്നെ ഇങ്ങനെ കയറി അങ്ങോട്ടിറങ്ങും ഇങ്ങോട്ടിറങ്ങും, ഇങ്ങനെ അമ്മയുടെ പണി. അപ്പം ഇവക്ക് ഇങ്ങനെ ഒരു വണ്ടിയെ കയറിയാൽ ഈ പടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് മാറി കയറണം. അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റേലേക്ക് ഇറങ്ങി അടുത്തേന്ന് പിന്നെയും കയറി പിന്നെ ഇറങ്ങി പിന്നെ ഇങ്ങനെ ഇറങ്ങി പോകാൻ എനിക്ക് ഇഷ്ടമാട്ടോ. ആദ്യമൊന്നും എനിക്കിതൊന്നും മനസ്സിലാവില്ലായിരുന്നു. അമ്മ നമുക്ക് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയുമ്പോ ഞാൻ ശരി എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കും, അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ലേ അമ്മേന്നൊക്കെ ഞാൻ ചോദിക്കായിരുന്നു. കാരണം എനിക്ക് അന്ന് വഴിയെ പറ്റി വലിയ ധാരണ കുഞ്ഞാ. അപ്പൊ എന്നാലും ചെറുതാണ്. അപ്പൊ അമ്മ പറയില്ല അങ്ങനെയല്ല, നമുക്ക് ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങണം, അവിടുന്ന് കയറി ഇവിടുന്ന്. അപ്പൊ തന്നെ എനിക്ക് ആകെ ദേഷ്യമാവും. ഒറ്റയടിക്ക് പോകാനുള്ള ട്രിപ്പിനെ ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ബസ് അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. ബസ് ഇങ്ങനെ മാറി ചാടി കയറും. എനിക്ക് അത്ര താല്പര്യം. പക്ഷെ രാവിലെ എനിക്ക് അങ്ങ് പോകുമ്പോ വഞ്ചനാടിന് പോകാൻ ഇഷ്ടം. അതെന്താന്ന് വെച്ചാൽ രാവിലെ എറണാകുളത്തുനിന്ന് തന്നെ KSRTC ട്രാൻസ്പോർട്ട് ബസ് മുളന്തുരുത്തി ജംഗ്ഷനിൽ നിന്നാൽ കിട്ടും. 4:30 തോന്നുന്നു. പക്ഷെ അതിന് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നാന്നോ, ഒറ്റയടിക്ക് അവിടെ എത്തും, അതാണ് ഇഷ്ടമില്ല. ഒറ്റയടിക്ക് എത്തണം മാത്രമല്ല, ആ സമയത്ത് ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ താത്തിയിട്ടേക്കും ഷട്ടറില്ല, ഇങ്ങനെ ഛർദ്ദിക്കാൻ വരും. എനിക്കത് ഇഷ്ടമല്ല. ഒരു 10 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബസ്സിൽ ഇങ്ങനെ മാറി പോകണം. അപ്പം പിന്നെ പള്ളിയിൽ ചെല്ലണ ആവശ്യത്തിന് സമയത്തിന് ട്രെയിനിന് പോയി അവിടെ ചെല്ലുകയും ചെയ്യാം. കുർബാനയൊക്കെ കുറച്ച് പകുതിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ബസ്സിൽ പോകണം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് എറണാകുളത്തിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം മെട്രോയിൽ കയറി ടൗണിലൂടെ നടക്കുക. അത് കഴിഞ്ഞിട്ട് മെട്രോ ഇപ്പോഴല്ലേ വന്നേ. പിന്നെ ടൗണിൽ ഷോപ്പിംഗ് കഴിഞ്ഞേച്ച് എനിക്ക് എപ്പോഴും പോരാൻ ഇഷ്ടം ഷട്ടിലിന്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്കാവും ബസ്സിനൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര. പക്ഷെ ബസ് ലവറാണ് ഞാൻ. അതെ. ഈ കാണുന്ന ആരൊക്കെയാണ് ബസ് ലവേഴ്സ് എന്നും ട്രെയിൻ ലവേഴ്സ് എന്നും കമന്റ് ചെയ്യണേ. ഏറ്റവും കൂടുതൽ ആരാണ് സ്കോർ ചെയ്യണമെന്ന് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. ഞാൻ വൈകിട്ട് ശരിക്കും എനിക്ക് ട്രെയിനാട്ടോ താല്പര്യം. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോ 6:15 കയറി ഇവിടെ 6:45 വരാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വൈകിട്ട് ബസ്സിനെല്ലാം ഭയങ്കര തിരക്കല്ല. അപ്പൊ അന്നേരം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പൊ ഇവള് ട്രെയിൻ ലവറാണ്. അതെ, നമുക്ക് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താം. ഇനി ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ചോദ്യം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പൊ തന്നെ നമ്മൾ 5 പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ബാലൻസ് ചോദ്യങ്ങളുണ്ട്. 12 ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിയും നമുക്ക് കുറച്ച് ചോദ്യം കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം സമയം ഒത്തിരി ആയല്ലോ. അപ്പൊ സ്കോർ ചെയ്തേക്കണ ആരാന്ന് നോക്കാം. നമ്മളെല്ലാം ഈക്വൽ ചോദ്യങ്ങളാണ് കേട്ടോ. കാരണം 2 പേരും അവരവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 2 പേർക്കും 5 ചോദ്യമല്ലേ, 5 മാർക്ക് ചെയ്ത അമ്മയ്ക്കും എനിക്കും സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു, എന്റെ ഇഷ്ടം അമ്മയും പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊന്നും നേരത്തെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതല്ല കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒക്കെ. അപ്പൊ 2 പേരും ഈക്വൽ സ്കോറിംഗ് ആണ് കേട്ടോ. അപ്പൊ ഹാപ്പി ആയോ? ഹാപ്പി. അപ്പൊ ഇനി നിങ്ങൾ ഹാപ്പി ആയോ എന്ന് പറയാ. വേണമെങ്കിൽ ബാലൻസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യൂ. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ അപ്പടെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അറിയില്ല. റിട്ടയർമെന്റിന് ശേഷം കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ചെയ്യാനിരുന്ന. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്തതാണ്. അപ്പൊ ഇഷ്ടമായെങ്കിൽ പറയണേ കേട്ടോ. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതും ഉറപ്പായിട്ടും പറയണം. അപ്പൊ ചിലത് രസകരമായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്തിട്ട് ചെയ്യാലോ. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ.